പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഇസ്രായേൽ ഏറ്റവും നിറഞ്ഞവരെ, നമ്മുടെ പ്രിയ സഹോദരൻ ജ്ഞാനശീലൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി അന്ത്യബലി നമ്മൾ അർപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് ചേർന്നിരിക്കുക. കത്തോലിക്ക സഭ ഒരു കത്തോലിക്ക വിശ്വാസികൾ നൽകുന്ന ഏറ്റവും വലിയ ആദരവും യാത്രയപ്പുമാണ് ബലിയോടുകൂടി ആരംഭിക്കുന്ന ജീവിതം, ബലിയോടുകൂടി തന്നെ അവസാനിപ്പിക്കുക. പ്രത്യേകമായ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടത് ഞാൻ വന്ന് നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകും. ശരിക്കും മരണം നമ്മളെ സംബന്ധിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്ത്രീത്വത്തോടു കൂടി ആയിരിക്കുവാൻ വേണ്ടി പുത്തൻ തമ്പുരാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ഏറ്റവും സുന്ദരമായ കാര്യം തന്നെയാണ് മരണം. അതുകൊണ്ട് മരണത്തെ ദുഃഖമായിട്ട് അല്ലെങ്കിൽ വലിയൊരു നഷ്ടമായിട്ട് കാണേണ്ട കാര്യമില്ല. നമ്മൾ പ്രത്യാശയോടുകൂടി തന്നെ വേണം കത്തോലിക്ക വിശ്വാസി മരണത്തെ കാണാൻ. ഇത്രയും കാലം ഇവിടെ ജീവിക്കുകയും ആയിരുന്ന ജീവിതം കൊണ്ട് മക്കളെയും മറ്റുള്ളവർക്കും ഒക്കെ നന്മ ചെയ്ത് ഈ ലോക ജീവിതത്തിൽ നിന്ന് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് സ്ത്രീത്വത്തോടുകൂടി ആയിരിക്കാൻ ഈ പിതാവ് കടന്നുപോയിരിക്കുകയാണ്. നമുക്ക് പിതാവിനെ ഓർത്ത് നന്ദി പറയാം. പ്രത്യേകിച്ച് പിതാവിലൂടെ ലഭിച്ച കൃപകൾക്ക് നന്ദിയായിട്ട് കൂടിയാണ് നമ്മൾ ഈ ബലി അർപ്പിക്കുന്നത്. ഒത്തിരി കാലം ഈ ഭൂമിയിലായിരുന്നു, തൻ്റെ ജീവിതത്തിലൂടെ ചെയ്യാൻ പറ്റുന്ന വലിയ നന്മകളൊക്കെ ചെയ്ത് കടന്നുപോയി. ഈശോ തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ പിതാവിനെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. നമുക്ക് ഈ ബലിയിൽ ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏതെങ്കിലും പാപങ്ങൾ അവശേഷിക്കുന്നെങ്കിൽ സർവശക്തൻ അതെല്ലാം പുറത്ത് ഈ പിതാവിനെ നിത്യസമ്മാനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ദിനം കൂടിയാണെന്ന്. പ്രത്യേകിച്ച് മരിച്ചവർക്ക് നമ്മുടെ ആത്മശാന്തിക്ക് വേണ്ടി പിന്നീട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. നമ്മളും ഒന്നല്ലെങ്കിൽ നാളെ ഇതേ രീതിയിൽ തന്നെ ഈ ലോകം വിട്ടുപോകാനുള്ളവരാണ്. മരണം നമ്മുടെ മുമ്പിലും ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഈ പിതാവിൽ അവശേഷിക്കുന്ന എല്ലാ പാപകടങ്ങളും പുറത്ത് നിത്യസമ്മാനത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് ഈ തുടർന്നുള്ള ബലി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലി അർപ്പിക്കാൻ തടസ്സമായ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറ്റങ്ങളും ഓർക്കാം, മനസ്സറിയിക്കാം, ഏറ്റുപറയാം.